ഹലോ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണത്. ഈ മുതലാണ് എണീറ്റു എന്ന് പറഞ്ഞത് അല്ലേ? പറഞ്ഞ എണീറ്റു എന്ന് പറഞ്ഞടി. ആ മതി, ആന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷീണം തീർക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ SMS ഒക്കെ അയക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് ചില അബ്രീവിയേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിലർക്ക് അത് അതിൻ്റെ ഫുൾ ഫോമൊന്നും ശരിക്കും അറിയില്ല. അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ലോൽ എന്ന് പറയാറില്ലേ, LOL, അതൊരു അബ്രീവിയേഷനാണ്. വാട്ട് ഡസ് ഇറ്റ് എക്സാക്ട്ലി മീൻ? അതെന്താ സംഭവിക്കുക? അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലോഫിങ് ഔട്ട് ലൗഡ് എന്നാണ്. ലോഫിങ് ഔട്ട് ലൗഡ്, ചിരിച്ച് മണ്ണ് കപ്പുക എന്നൊക്കെ പറയാറില്ലേ നമ്മൾ. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു നല്ലൊരു കോമഡി അടിച്ചു, അല്ലെങ്കിൽ നല്ലൊരു വിറ്റ് അടിച്ചു, നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ലോൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ യു ആർ ലോഫിങ് ഔട്ട് ലൗഡ്, ഭയങ്കരമായിട്ട് ചിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അടുത്തൊരു അബ്രിവിയേഷൻ OMG, കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓ മൈ ഗോഡ് എന്ന് പറയാറില്ലേ? OMG എന്ന് പറഞ്ഞാൽ മതി അതിന്. അതെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പിന്നെ കേട്ടോ, നിങ്ങൾ PPL കേട്ടുന്നുണ്ടോ? PPL എന്ന് പറഞ്ഞാൽ ഒരു അബ്രിവിയേഷനാണ്. PPL എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. പീപ്പിൾ, സിമ്പിളല്ലേ? മൈക്ക് വേണോ? ഇനി അടുത്തത് എന്താണ്? നമ്മളിങ്ങനെ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മളൊരു കാര്യം പറയും. ബൈ ദ വേ, വെൻ യു ഗോണ ഗോ ബാക്ക്? ബൈ ദ വേ, വെൻ ആർ യു ഗോയിങ് ബാക്ക്? മനസ്സിലായി? അങ്ങനെ ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ മൈക്കാണ് തുമ്മുന്നത്, തിന്നാനുള്ളതല്ല. അപ്പോൾ അങ്ങനെ അതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്, ബൈ ദ വേക്ക്. അതിൻ്റെ ബൈ ദ വേ, BTW, അങ്ങനെയാണ് അതിൻ്റെ ഷോർട്ട് ഫോം വരുന്നത്. അപ്പോൾ ഇതൊക്കെ അബ്രിവിയേഷൻസ് ആണ്. നമ്മളിത് SMS-ലൊക്കെ കാണാറുണ്ട്. ഇനി ഒരെണ്ണം കൂടെ പറയാം നമുക്ക്. ഇഫ് യു ആർ പ്രൊഫഷണൽ, യു മൈ ഹാവ് ഗോട്ട് എൻ ഇമെയിൽ. ആ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ആ ഇമെയിലിൻ്റെ ബോഡിയിൽ, ഇമെയിലിനകത്ത് FYI എന്ന് സൂചിപ്പിക്കാറുണ്ട്. FYI എന്താ സംഭവം എന്ന് പറയുന്നത്? നിങ്ങൾ ഫോർ യുവർ ഇൻഫർമേഷൻ. എനിക്ക് അങ്ങനത്തെ മെയിൽസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ക്ലയൻസ് ഒരുപാട് പ്രോജക്ട്സിനെ പറ്റി ഒരുപാട് പറയും, എന്നിട്ട് അവസാനം FYI എന്ന് പറഞ്ഞ് 2 ഡോട്ട് ഇട്ടിട്ട് അവരിങ്ങനെ പറയും, ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഫോർ ദിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 4 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടുണ്ട് കേട്ടാ. നിൻ്റെ ഒരു ഇൻഫർമേഷന് വേണ്ടി പറയണത് ഫോർ യുവർ ഇൻഫർമേഷൻ, FYI. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ? എൻ്റെ കുഞ്ഞൂസിന് ഇഷ്ടമായോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഷെയർ ചെയ്യാൻ പറയുന്നില്ല. ഷെയർ ചെയ്യാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം. ആൻഡ് ഐ വിൽ catch you with the next video. Okay, thank you.